ഇതാണ് ഈ വഴിയല്ലേ ഉള്ളൂ, വേറെ വഴിയൊന്നും. നമസ്കാരം മലയാളി വാർത്തയിലെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലാണ്. കിഴക്കേക്കോട്ടയിലെ ഈ ആകാശപാത നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ തിരക്കേറിയ ഒരു നഗരമാണ് ഈ കിഴക്കേക്കോട്ട. ഇത് ട്രാഫിക് ബ്ലോക്കും അതുപോലെ തന്നെ വാഹനങ്ങളെ കൊണ്ട് നിറഞ്ഞ സമയത്തൊക്കെ കാൽനട യാത്രക്കാർക്ക് അനായാസമായിട്ട് അപ്പുറത്തേക്ക് കടക്കുക എന്ന ഉദ്ദേശത്തോടെ നിർമ്മിച്ചതാണ് ഈ ആകാശപാത. പക്ഷേ എത്ര പേര് ഈ ആകാശപാത ഉപയോഗിക്കുന്നുണ്ട്? 4 കോടി രൂപ ചെലവഴിച്ചാണ് ഈ ആകാശപാത ഇവിടെ നിർമ്മിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തായിരുന്നു ഈ ആകാശപാതയുടെ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞത്. അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അതുപോലെ തന്നെ അരുൺ പൃഥ്വിരാജ് അടക്കമുള്ളവർ എത്തിയാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ആകാശപാത എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ ലക്ഷ്യം എന്താണ്? അതായത് ഇത്രയും വലിയ തിരക്ക്, ഇത്രയും വലിയ ട്രാഫിക് ബ്ലോക്ക് ഉള്ള സമയത്ത് കാൽനട യാത്രക്കാര് വളരെ സുരക്ഷിതരായിട്ട് അനായാസം അവർക്ക് ഈ ഒരു അപ്പുറം ക്രോസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ, അതായത് ഇതിന് പകരം ഇങ്ങനെ ക്രോസ് ചെയ്യുന്നതിന് പകരം ഇതുവഴി കയറി മുകളിലോട്ട് ചെന്ന് അതുവഴി അപ്പുറത്തേക്ക് പോവുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ ആകാശപാത ഇവിടെ നിർമ്മിച്ചത്. പക്ഷെ എത്രത്തോളം ആ ഉദ്ദേശം നടപ്പിലാകുന്നുണ്ട്, എത്ര പേര് ഇതിനെ ആശ്രയിക്കുന്നുണ്ട് എന്നതൊരു ചോദ്യമാണ്. ഒരു ലംഘനം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അതിനപ്പുറം ഈ പ്രായമായവർ, ഇപ്പൊ ഈ കാൽനട യാത്രക്കാരായിരിക്കുന്ന പ്രായമായ ആൾക്കാരൊക്കെ എങ്ങനെയാണ് ഇത്രയും വലിയ സ്റ്റെപ്പൊക്കെ എന്നും കയറി അപ്പുറത്തേക്ക് കടക്കുക എന്നത് ഒരു ചോദ്യം തന്നെയാണ്. പക്ഷേ നമുക്ക് ഒരു ദിവസം നമ്മളിപ്പോ കുറച്ച് ദൃശ്യങ്ങളൊക്കെ നമ്മൾ പകർത്തിയിരുന്നു. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്നത് പലരും ഈ കാൽനട യാത്ര വേണ്ട വിധത്തിൽ, അല്ലെങ്കിൽ ഈ ആകാശപാത വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല. പലരും ഇപ്പോഴും ആശ്രയിക്കുന്നത് റോഡ് മുറിച്ച് കടക്കുക എന്നത് തന്നെയാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു ഇതിനെ ആശ്രയിക്കാതെ ആ സ്ട്രെയിറ്റ് അങ്ങ് കടന്നു പോകുന്നത്? ഇതൊക്കെ ഇത് കാൽനട യാത്രക്കാർക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നതാണ്. പക്ഷെ അത് കൂടുതൽ ഉപയോഗിക്കാതെ പതിവ് ശൈലിയിൽ തന്നെ അത്തരത്തിൽ റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. എന്തായാലും കാര്യം എന്തും തന്നെ ആയിക്കൊള്ളട്ടെ, ഈ ഒരു ആകാശപാത അത് വേണ്ട രീതിയിൽ കാൽനട യാത്രക്കാർ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നത് ഒരു വശത്ത് നിൽക്കവേ തന്നെ മറ്റു ചില ന്യൂനതകൾ കൂടി ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ലിഫ്റ്റിന്റെ സൗകര്യമൊക്കെ ഉണ്ട് എങ്കിൽ പോലും എത്രത്തോളം അത് പ്രാവർത്തികമാണ്, അല്ലെങ്കിൽ അത് എത്രത്തോളം അവർ ഉപയോഗിക്കുന്നുണ്ട്, അതിലാണല്ലോ. ഒരു ആകാശപാത തുറന്നു വച്ചിരിക്കുന്നു, അത് കാൽനട യാത്രക്കാർ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ മാത്രമാണല്ലോ അതിന്റെ ലക്ഷ്യം, അതിന്റെ ലക്ഷ്യം അത് പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. പക്ഷെ നമ്മൾ ഈ കണ്ടതുപോലെയൊക്കെ തന്നെ ദൃശ്യങ്ങളൊക്കെ വ്യക്തമാകുന്നത് പോലെ തന്നെ ഇവിടെയാണ് എൻട്രൻസ്, അതായത് ഇതുവഴി വരുന്നവർക്ക് ഇവിടെയാണ് എൻട്രൻസ്. പക്ഷെ പലരും അത് ആശ്രയിക്കാതെ സ്ട്രെയിറ്റ് പോകുന്ന കാഴ്ച. ഇപ്പൊ അപ്പുറത്ത് ക്രോസ് ചെയ്യാനുള്ളവരാണെങ്കിൽ പോലും ആ ഒരു ഭാഗം ഉപയോഗിക്കാതെ ഇത്തരത്തിൽ ക്രോസ് ചെയ്യുന്നൊരു കാഴ്ച. അപ്പോ എന്തുകൊണ്ട് ജനങ്ങൾ ആകാശപാത ഉപയോഗിക്കുന്നില്ല എന്നതൊരു ചോദ്യമായി തന്നെ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. എന്തായാലും അവർക്ക് വേണ്ടി നിർമ്മിച്ച ആകാശപാത അവർ ഉപയോഗിക്കാതെ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ഈ സംവിധാനങ്ങൾ കോടികൾ മുടക്കി നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഈ സജ്ജീകരണങ്ങളൊക്കെ അത് ഉപയോഗപ്രദം അല്ലാതെ പോകുന്നു എന്നൊരു ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ആകാശപാത ഒന്ന് ജസ്റ്റ് ഒന്ന് സന്ദർശിച്ചിട്ട് വരാം. ഇതുവഴിയാണ് കയറി പോകേണ്ടത്. പ്രത്യേകിച്ച് ലിഫ്റ്റ് സംവിധാനമൊക്കെ ഉണ്ട് എങ്കിൽ പോലും കയറി പോകലൊക്കെ ഇത്തിരി ആയാസകരമാണ് പ്രേക്ഷകരെ. സ്ഥിരം എന്നും ഈ സ്റ്റെപ്പ് കയറി വരിക എന്നത് ആയാസകരമാണ് പ്രേക്ഷകരെ. ഇപ്പോൾ ലിഫ്റ്റിന്റെ സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞു. ലിഫ്റ്റ് ഇവിടെ സജ്ജമാണ്. പ്രാവർത്തികമാണെന്ന് നോക്കാം. പ്രാവർത്തികമാണ്, പ്രാവർത്തികമാണ്. വരും. ലിഫ്റ്റ് സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ. ലിഫ്റ്റ് ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഈ ലിഫ്റ്റ് സംവിധാനം പോലും ആരും ഇപ്പോൾ സ്ഥിരം സ്റ്റെപ്പൊക്കെ കയറാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ലിഫ്റ്റ് സംവിധാനം ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ലിഫ്റ്റ് സംവിധാനം ആരും ഉപയോഗിക്കുന്നില്ല. ലിഫ്റ്റ് സംവിധാനം ഉപയോഗിക്കാതെയാണ് എല്ലാവരും ഇങ്ങനെ ഈ ഒരു ആകാശപാതയെ അലംഭാവം കാണിക്കുന്നത് നമുക്ക് കരുതാവുന്നതാണ്. എന്നാൽ നമുക്കൊന്ന് മുകളിലേക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ ലിഫ്റ്റിനൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഈ സ്റ്റെപ്പ് കയറാൻ മടിയുള്ളവർക്ക് ലിഫ്റ്റ് ഉപയോഗിച്ച് കയറി വരാവുന്നതേ ഉള്ളൂ. ലിഫ്റ്റിലൊന്നും ഈ ഒരു തിരക്കും ഇല്ല. പക്ഷെ റോഡില് ക്രോസ് ചെയ്യാനുള്ളവരുടെ തിരക്ക് ഒരുപാടുണ്ട് കേട്ടോ. കണ്ടോ പ്രേക്ഷകരെ, കൊടും മഴയാണ്. കൊടും മഴയത്ത് നനയാതെ പോകാനുള്ള സൗകര്യമാണ് ജനങ്ങൾക്ക്, യാത്രക്കാർക്ക് വേണ്ടി ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത് ആകാശപാതയിലൂടെ. എന്നിട്ട് പോലും മഴ നനഞ്ഞു തന്നെയാണ് കാൽനട യാത്രക്കാരൊക്കെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ കാൽനട യാത്രക്കാർക്ക് വേണ്ടിയുള്ളതാണ് ഈ ആകാശപാത എന്നത് അവർ മറന്നു പോകുന്നു എന്ന ഒരു ചോദ്യം കൂടി നിലവിൽ ഉയരുന്നുണ്ട്. കിഴക്കേക്കോട്ടയിലെ ജനങ്ങൾക്കൊക്കെ ഇവിടുത്തെ ഏതാണ്ട് വഴികളൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ഗാന്ധി പാർക്കിൽ നിന്നും
ഇവിടുത്തെ രണ്ട് ബസ് സ്റ്റോപ്പ് ഉണ്ട്. രണ്ടിടത്തേക്ക് പോകാൻ വരുന്ന യാത്രക്കാർക്ക് വേണ്ട സൗകര്യമൊക്കെ ഈ ആകാശപാതയിലുണ്ട്. അതായത് ലിഫ്റ്റ് ഉപയോഗം, ഇപ്പോൾ സ്റ്റെപ്പ് കയറാൻ പറ്റാത്തവരാണെങ്കിൽ ലിഫ്റ്റ് ഉപയോഗിച്ച് നേരെ വന്നാൽ ഇങ്ങോട്ട് പോകുമ്പോൾ ഫസ്റ്റ് അവിടുത്തെ ബസ് സ്റ്റോപ്പിലേക്കും ഇത് ഇവിടെ കൂടി ഇറങ്ങിയ ഇവിടുത്തെ ബസ് സ്റ്റോപ്പിലേക്ക്, രണ്ട് ബസ് സ്റ്റോപ്പുകളുണ്ട്, ഈ ബസ് സ്റ്റോപ്പിലേക്കും പോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഈ സൗകര്യമൊക്കെ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണോ ഈ മേൽപ്പാത ഉപയോഗിക്കാത്തത് എന്ന ചോദ്യമാണ് നിലവിൽ ശക്തമാകുന്നത്. എന്തായാലും കാൽനട യാത്രക്കാർക്ക് തന്നെ അറിയാം എന്തുകൊണ്ട് അവർ ഈ നടപ്പാത സൗകര്യം പ്രയോജനപ്പെടുത്തുന്നില്ല എന്നത് അവരുടെ മാത്രം ചോയ്സ് ആണ്. എങ്കിൽ പോലും ഇതൊക്കെ ഈ കോടികളൊക്കെ മുടക്കി ഉണ്ടാക്കിയിരിക്കുന്നത് കാൽനട യാത്രക്കാർക്ക് വേണ്ടിയാണ്. ഈ വഴി നേരെ വന്ന് ഇറങ്ങുന്നത് കോവളം ആ ഭാഗത്തേക്ക് പോകാനുള്ള ബസ് സ്റ്റോപ്പിലേക്കാണ്. അങ്ങനെ സുരക്ഷിതമായിട്ട് ഇറങ്ങാവുന്നതാണ്. മാത്രമല്ല അപ്പുറം നേരത്തെ കാണിച്ചതുപോലെ അവിടെ ഉരുട്ടമ്പലം, അതുപോലെ തന്നെ കാട്ടാക്കട ആ ഒരു ബസ് സ്റ്റാൻഡ് ആ ഭാഗത്തുണ്ട്. അവിടേക്ക് ഇറങ്ങാനും സ്റ്റെപ്പ് ഉണ്ട്. അത് മാത്രമല്ല അപ്പുറം സൈഡ് പോകാൻ അതുവഴിയും സ്റ്റെപ്പ് ഉണ്ട്. ഇത്രയും സുരക്ഷിതമായ ഒരിടം ജനങ്ങൾക്ക് വേണ്ടി ഭരണാധികാരികൾ അല്ലെങ്കിൽ അധികാരികൾ അവര് ഈ റോഡ് ആക്സിഡന്റ് നമുക്ക് അറിയാവുന്ന പോലെ തന്നെയാണ് ഒരുപാട് റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം. അതിലേറ്റവും റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ, അതായത് കാൽനട യാത്രക്കാര് വളരെ സുരക്ഷിതരായിട്ട് ഈ ഒരു ആകാശപാതയിലൂടെ അപ്പുറ സൈഡ് അല്ലെങ്കിൽ ഇപ്പുറ സൈഡ് അവർക്ക് പോകേണ്ടത് എങ്ങോട്ടാണ്, അവർ സുരക്ഷിതരായിട്ട് എത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആകാശപാത നിർമ്മിച്ചിരിക്കുന്നത്. ഒരുപാട് റോഡ് ആക്സിഡന്റുകളിൽ ഏറ്റവും കൂടുതൽ എന്ന് അല്ല എന്നതിലുപരി പല അപകടങ്ങളും സംഭവിക്കുന്നത് റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കവെയാണ് പല അപകടങ്ങളും റോഡിൽ ഉണ്ടാകുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ വാഹനം പാഞ്ഞു വന്നിടിക്കുന്ന സംഭവങ്ങളുണ്ട്. ഇനി റോഡ് ഇപ്പോൾ ഒരു സ്ത്രീ ആണെങ്കിൽ ഒരു നടന്നിട്ടുള്ള ഒരു അപകടമാണ്, സാരിത്തുമ്പോ അല്ലെങ്കിൽ ചുരിദാറിന്റെ ഷോളോ ഒക്കെ കുരുങ്ങി അപകടമുണ്ടായി, റോഡ് അപകടത്തിൽ പെട്ടവരുണ്ട്. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ റോഡിൽ ഇറങ്ങുമ്പോൾ, ഈ ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ തന്നെ അത്തരത്തിലുള്ള ഒരുപാട് അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള നാടാണ് നമ്മുടെ കേരളം. അങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കുന്ന ഈ നാട്ടിൽ ഈ അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലൊരു ആകാശപാത കാൽനട യാത്രക്കാർക്ക് വേണ്ടി സജ്ജമാക്കിയത്. അതായത് ഇവിടെ കൂടി സുരക്ഷിതമായിട്ട് ഒന്നാ ലിഫ്റ്റ് കയറി വരേണ്ടതേ ഉള്ളൂ, അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറാൻ പറ്റുന്നവരാണെങ്കിൽ ആ സ്റ്റെപ്പ് കയറി വരേണ്ടതേ ഉള്ളൂ. ഇങ്ങനെ കാത്തു നിന്ന് അല്ലെങ്കിൽ ക്രോസ് ചെയ്യുന്നതിനിടയ്ക്കുള്ള ഒരുപാട് അപകടങ്ങൾ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അതും നമ്മുടെ നാട്ടുകാർ അത് ഉപയോഗപ്പെടുത്തുന്നില്ല, പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന് പറയുമ്പോൾ ഈ കോടികൾ മുടക്കി ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണെന്ന ചോദ്യം ഒരു വശത്ത് നിൽക്കും. ഉറപ്പായിട്ട് ഇത് കാൽനട യാത്രക്കാർക്ക് വേണ്ടി നിർമ്മിച്ചതാണ്. പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ ആകാശപാതയാണിത്. അപ്പോ ഇന്ന് നമ്മൾ ഇത്രയും നേരം ഇവിടെ നിന്നിട്ടും ഒരുപാട് പേര് ആ റോഡിൽ ക്രോസ് ചെയ്യുന്നുണ്ട്. അപകടകരമാവുന്ന രീതിയിലൊക്കെ ക്രോസ് ചെയ്യുന്നവരുണ്ട്. പെട്ടെന്ന് ഓടിപ്പാഞ്ഞ് ഒരു വാഹനം വരുന്നതിന് മുമ്പേ ഓടിപ്പാഞ്ഞ് ക്രോസ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ എന്തിനാണ് ഇത്തരത്തിൽ അപകടമൊക്കെ ക്ഷണിച്ചു വരുത്തുന്നത് എന്നൊരു ചോദ്യവും കൂടി. കടന്നല്ലേ വന്നത്, ഈ വയസ്സങ്കാലത്ത് ഈ സ്റ്റെപ്പൊക്കെ കയറുന്ന ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടാണ്. ഈ വഴിയല്ലേ ഉള്ളൂ, വേറെ വഴിയൊന്നും. അങ്ങനെയൊന്നുമില്ല, ഞാൻ രാവിലെ നടക്കാൻ വേണ്ടി ഇറങ്ങി. ഈ പ്രായമായവർക്കൊക്കെ ഇതിപ്പോ ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ബ്രിഡ്ജ് അല്ലെങ്കിൽ ആകാശപാത തുറന്നു വെച്ചിരിക്കുന്നത്. പക്ഷെ പ്രായമായവരൊക്കെ ഇതിന്റെ മുകളിലൂടെ നടക്കുന്നത് ഭയങ്കര പ്രയാസമല്ലേ? അവര് സ്റ്റെപ്പ് കയറണം, നടക്കണം, അത് ഭയങ്കര പ്രയാസമല്ലേ അവർക്ക്? അവരെ പ്രയാസമായിട്ടൊന്നും കാണില്ല, തുടങ്ങിക്കഴിഞ്ഞാൽ നടക്കാം. ഈ റോഡിൽ നമ്മൾ കുറച്ചു നേരം നിന്നപ്പോൾ തന്നെ ഒരുപാട് കാഴ്ചകൾ കണ്ടു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വാഹനം അങ്ങ് ദൂരെ നിന്ന് വാഹനം വരുന്നു, അതിങ്ങ് എത്തുന്നതിന് മുമ്പ് ഓടിപ്പോണമെന്ന് പറഞ്ഞ് പ്രായമായ ആന്റിമാര് വരെ ഈ റോഡിലൂടെ ഓടുകയാണ്. അതായത് എന്തിനിങ്ങനെ ഒരു റിലേ മത്സരം, എന്തിനിങ്ങനെ ഒരു നാട്ടിലൊരു ഓട്ട മത്സരം, റോഡിൽ ഇറങ്ങി ഒരു ഓട്ട മത്സരം നടത്തി അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന അതിന്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് വേണ്ടിയിട്ടാണ് ഈ കാൽനട അല്ലെങ്കിൽ ഈ ഒരു ആകാശപാത നിർമ്മിച്ചിരിക്കുന്ന ഒരു ബോധ്യം നമ്മൾ തിരുവനന്തപുരംകാർക്ക് കുറച്ചുകൂടി വേണം എന്നതാണ് മലയാളി വാർത്തയ്ക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. വളരെ സുരക്ഷിതരായിട്ട് വലിയ അപകടങ്ങളൊന്നും ക്ഷണിച്ചു വരുത്താതെ അല്ലെങ്കിൽ ക്രോസ് ചെയ്തുകൊണ്ടുള്ള അപകടങ്ങൾ കുറയ്ക്കാം, അല്ലെങ്കിൽ ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളൊക്കെ കുറയ്ക്കാം. ഇപ്പോൾ റെഡ് സിഗ്നൽ ഉണ്ട്, അതുപോലെ തന്നെ ഗ്രീൻ സിഗ്നൽ ഉണ്ട്, റോഡിൽ ട്രാഫിക് നിയമങ്ങൾ, ട്രാഫിക് ലൈറ്റുകളുണ്ട്, അതുപോലും നോക്കാതെ, സിഗ്നലുകൾ പോലും നോക്കാതെയാണ് പലരും ഇപ്പോൾ റോഡ് മുറിച്ചു കടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ എന്തിനെ ക്ഷണിച്ചു വരുത്തുന്നു എന്ന ചോദ്യമാണ് മുന്നോട്ട് വെക്കാനുള്ളത്. വളരെ സുരക്ഷിതമായി നിങ്ങൾക്ക് യാത്ര ചെയ്യാം. നല്ലൊരു യാത്ര നിങ്ങൾക്ക് ഈ തിരുവനന്തപുരം നഗരത്തിലൂടെ അല്ലെങ്കിൽ കിഴക്കേക്കോട്ട നഗരത്തിലൂടെ നടത്താമെന്നിരിക്കെ എന്തിനാണ് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ചില അപകടങ്ങളിലേക്ക് പെടുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. എന്നാൽ ഈ ആകാശപാതയുടെ
ഉദ്ദേശം ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് വേണ്ടി, അതായത് തിരുവനന്തപുരത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് വരാവുന്ന അപകടങ്ങൾ, റോഡ് അപകടങ്ങൾ, അതിൽ നിന്നും നിങ്ങളെ സുരക്ഷിതരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആകാശപാത നിങ്ങൾക്ക് വേണ്ടി ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. ഇനി ചോദിക്കും, ചിലരൊക്കെ ചോദിക്കും, അപ്പൊ പ്രായമായൊരു സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങണ്ടേ, പ്രായമായൊരു സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ എന്ന് ചിലരൊക്കെ ചോദിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ലിഫ്റ്റ് സംവിധാനവും ഉണ്ട്. ലിഫ്റ്റ് സംവിധാനം എന്തുകൊണ്ട് പ്രയോജനപ്പെടുത്തുന്നില്ല എന്നൊരു ചോദ്യം കൂടി നിലവിൽ ഉയരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു ആകാശപാത അത് തിരുവനന്തപുരത്തുള്ളവർ ഇപ്പോൾ നമുക്കിവിടെ അധികാരികളോടൊക്കെ സംസാരിച്ചപ്പോൾ അവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്, പുറത്തു നിന്ന് വരുന്ന, അതായത് തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഈ ഒരു ആകാശപാത പ്രയോജനപ്പെടുത്തുന്നുണ്ട്. തിരുവനന്തപുരംകാരാണ് കൂടുതൽ ഈ ഒരു ആകാശപാത പ്രയോജനപ്പെടുത്താത്തത് എന്നൊരു പരാതിയൊക്കെ ഇവിടെ നിന്ന് ഉയരുന്നുണ്ട്. അപ്പൊ എന്തായാലും ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഈ ആകാശപാതയൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രയോജനപ്പെടുത്തുക, മാക്സിമം റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുക, സുരക്ഷിതരായിരിക്കും. അപ്പോൾ കിഴക്കേക്കോട്ടയൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, രാവിലെയും വൈകുന്നേരവും ഒക്കെ വലിയ രീതിയിൽ ഒരുപാട് റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ തിരക്കുകളുള്ള സമയമാണ്. തിരക്കുണ്ടാകുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് അപകടങ്ങൾ ഉണ്ടാകാൻ വളരെ സാധ്യതയുള്ള ഒരു ഇടം കൂടിയാണ് കിഴക്കേക്കോട്ട. അത്തരത്തിലൊരിടത്തിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ സജ്ജമാക്കിയത്. അത് പലരും പ്രയോജനപ്പെടുത്തുന്നില്ല എന്നത് ഇത് നിർമ്മിച്ചവർക്ക് പിന്നിൽ, അല്ലെങ്കിൽ ഇത് നിർമ്മിച്ച അധികാരികൾക്ക് ഒരു ലക്ഷ്യമുണ്ടല്ലോ, ആ ലക്ഷ്യം ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തുന്നില്ല എന്നത് അവരെ സംബന്ധിച്ചും വേദനാജനകമാണ്. അപ്പോ പരമാവധി ഈ ആകാശപാതയൊക്കെ പ്രയോജനപ്പെടുത്തുക. നല്ല സംവിധാനങ്ങളാണ്, നല്ല വൃത്തിയൊക്കെ ഉണ്ട്, നല്ല വൃത്തിക്ക് തന്നെയാണ് ഇവിടെ സൂക്ഷിക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ലിഫ്റ്റും ഉണ്ട്. അങ്ങനെ സജ്ജീകരണങ്ങളുള്ള ഈ സാഹചര്യത്തിൽ എല്ലാവരും നടപ്പാത ഉപയോഗിക്കാൻ മാക്സിമം ശ്രമിക്കുക. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ആകുമെങ്കിൽ, ഇപ്പോൾ നടപ്പാത വഴി കയറി നമ്മൾ സുരക്ഷിതരാകുന്നതിലൂടെ ഒരു റോഡ് അപകടം കുറയുന്നെങ്കിലും കുറയട്ടെ. അപ്പൊ നമുക്ക് അത്തരത്തിലൊരു കാര്യം സമൂഹത്തിന് വേണ്ടി സിവിക് സെൻസിലൂടെ നമുക്ക് ഇത്തരത്തിലൊരു കാര്യം ചെയ്ത് ഒരുപാട് റോഡ് അപകടങ്ങൾ കുറയുന്നതിൽ നമുക്കും ഒരു ഭാഗവാക്കാകാൻ കഴിയുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, പിന്നെ വേറൊന്നും പേടിക്കേണ്ട, ഇവിടെ CCTV ഒക്കെ ഉണ്ട് കേട്ടോ. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് CCTVയുടെ ലഭ്യതയൊക്കെ ഇവിടെ ഉണ്ട്. CCTV ഒക്കെ ഇവിടെ സജ്ജമാണ്, മറ്റൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്തായാലും ഈ നടപ്പാത വരും ദിവസങ്ങളിൽ ജനങ്ങളെ കൊണ്ട് നിറയട്ടെ എന്ന് തന്നെയാണ് മലയാളി വാർത്തയ്ക്കും പറയാനുള്ളത്. ഇവിടെ എന്നുള്ള, അത് കിഴക്കേക്കോട്ടയിലെ ആകാശപാത മാത്രമല്ല, എല്ലായിടത്തുമുള്ള ആകാശപാത കാൽനട യാത്രക്കാർ പ്രയോജനപ്പെടുത്തുക. ഇപ്പോ ട്രാഫിക് പോലീസ് ഉണ്ട്, ട്രാഫിക് സംവിധാനങ്ങളുണ്ട്. അവർക്കൊന്നും ജനങ്ങളോട് ഇതുവഴി പോ എന്ന് പറഞ്ഞ് എപ്പോഴും അങ്ങനെ കയറ്റി വിടാൻ പറ്റിയെന്നിരിക്കില്ല. സ്വയം ഒരു ബോധവൽക്കരണം, സ്വയം ഒരു ബോധ്യം അത് നമുക്ക് വേണ്ടിയിരിക്കുന്നു. അതായത് നമുക്ക് വേണ്ടിയിട്ടാണ് ഈ കാൽനടപ്പാത നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഇതുവഴി കയറി പോകാം എന്നൊരു സ്വയം ബോധവൽക്കരണം, അതാണ് പ്രധാനം. അല്ലാതെ മറ്റു ബദൽ മാർഗങ്ങൾ എന്ന് പറയുമ്പോൾ ട്രാഫിക് പോലീസ് അല്ലെങ്കിൽ പോലീസ് ഇതിനൊരു ജനങ്ങൾക്കൊരു ബോധവൽക്കരണം നൽകണം. ഇതുവഴി നടന്നു പോകാനുള്ള ഒരു ബോധവൽക്കരണം. നമുക്ക് പാക്കായാൽ മടിയിൽ കൊണ്ട് നടക്കാം, കമുകായാൽ അങ്ങനെ ഒരു പഴഞ്ചൊല്ല് പറയില്ല. അതുപോലെ വലിയവരാണ്, മുതിർന്നവരാണ്. അപ്പോ അവരോടൊക്കെ ഈ നടപ്പാത വഴി കയറിപ്പോ എന്ന് പറഞ്ഞ് നിൽക്കേണ്ട ഒരു അവസ്ഥ, അത്തരത്തിലൊരു അവസ്ഥ അധികാരികൾ അത്തരത്തിലൊരു അവസ്ഥയിലേക്കൊന്നും ജനങ്ങൾ തള്ളിവിടാതിരിക്കുക. സ്വയം ഒരു ബോധവൽക്കരണം, ഇതുവഴി പോകാം, സുരക്ഷിതമായിട്ട് അപ്പുറത്തെത്താം എന്ന സ്വയം ഒരു ബോധവൽക്കരണം അതുകൂടി അത്യാവശ്യമാണ്.